നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ കൂട്ടത്തോടെ കേരളം വിടുന്നു. പോകുന്നത് കർണാടകയിലേക്ക്. പ്രതിസന്ധിയിലായ കേരളത്തിലെ തോട്ടങ്ങൾ. കർണാടകയിലെ തോട്ടങ്ങൾ കരാറിനെടുത്ത് ടാപ്പിംഗ് നടത്തുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളെ സ്തംഭനത്തിലാക്കി തൊഴിലാളികളുടെ അഭാവം. കേരളത്തിൽ ടാപ്പിംഗ് നടത്തിയിരുന്ന തൊഴിലാളികൾ കർണാടകയിലെ തോട്ടങ്ങളിലേക്ക് കുടിയേറുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ കൂലി ലഭിക്കുമെന്നതാണ് തൊഴിലാളികളെ അയൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്നത്. കേരളത്തിൽ ഒരു മരത്തിന് 2.5 രൂപ വരെയാണ് കൂലി ലഭിക്കുന്നത്. എന്നാൽ കർണാടകയിൽ 4 രൂപയിലധികം ലഭിക്കും. ഇതാണ് പലരെയും അതിർത്തി കടക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിരവധി മലയാളികൾ കർണാടകയിൽ ടാപ്പിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1000-ലധികം പേർ ടാപ്പിങ്ങിനായി കർണാടകയിലെത്തിയെന്നാണ് കണക്ക്. കേരളത്തിലെ തോട്ടങ്ങളിൽ ജോലി എടുത്തിരുന്നവരുടെ പോക്ക് ഇവിടുത്തെ തോട്ടങ്ങളിൽ സ്തംഭനാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. കൂടുതൽ വരുമാനം. കർണാടകയിൽ തോട്ടങ്ങൾ കരാറിനെടുത്ത് ടാപ്പിംഗ് നടത്തുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തെ അപേക്ഷിച്ച് കൂടുതൽ പാൽ ലഭിക്കുമെന്നതും കർണാടകയുടെ പ്രത്യേകതയാണ്. പുത്തൂർ, കർക്കള, ബെൽത്തങ്ങാടി എന്നിവിടങ്ങളിലാണ് കൂടുതൽ മലയാളികൾ ടാപ്പിങ്ങിനായി പോയിട്ടുള്ളത്. കേരളത്തിലെ അപേക്ഷിച്ച് ദൈർഘ്യമേറിയ ടാപ്പിംഗ് കാലാവധിയും കർണാടകയുടെ പ്രത്യേകതയാണ്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ കേരളത്തിലെ തോട്ടങ്ങളിൽ ടാപ്പിംഗ് മുടങ്ങിയിട്ടുണ്ട്. കർഷകർ സ്വന്തമായി ടാപ്പിംഗ് നടത്തുന്ന തോട്ടങ്ങൾ മാത്രമാണ് സജീവം. ഉൽപാദനം പകുതിയായി ചുരുങ്ങിയതും ടാപ്പിംഗ് കുറയുന്നതിന് ഇടയാക്കി. അപ്പോൾ കേരളത്തിൽ നിന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ കൂട്ടത്തോടെ കർണാടകയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇനി എന്തായി തീരുമെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമുക്കിപ്പോൾ പുതുതായിട്ട് ടാപ്പിംഗ് തൊഴിലാളികൾ ഉണ്ടാകുന്നില്ല. നിലവിൽ ഇപ്പോൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കാലം കഴിയുമ്പോൾ പുതുതായിട്ട് ആരും വരുന്നില്ല. ആ തോട്ടങ്ങൾ ഇപ്പോൾ അനാഥമായി കിടക്കുകയാണ്. പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ ടാപ്പിംഗ് മേഖലയിലോട്ട് വരുന്നില്ല. അവരുടെ ലക്ഷ്യം മാസം ഒരു 2 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന ഒരു ജോലി സമ്പാദിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ടാപ്പിംഗുകാർ കർണാടകയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായി തീരും? അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ തന്നെ നിലനിൽക്കാൻ നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റൊരു എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.